ഒറ്റ മൈൻഡ് ഒന്നും പറഞ്ഞ് നട്ടപ്പാതിരക്ക് പെരീന്ന് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കും എന്റെ ചങ്ങായിമാർക്കും പണി കിട്ടിയ പോലെ 8ന്റെ പണിയും കിട്ടി അവസാനം മാനത്ത് നോക്കി നിൽക്കേണ്ടി വരും. രാത്രി 8 മണിയായപ്പോ എന്റെ ചങ്ങായിമാർക്ക് ഒരു ആഗ്രഹം ഗോവയെ പോണെന്നും, അതും എങ്ങനെ ഒറ്റ മൈൻഡിൽ. അപ്പേ ഞാൻ ചോദിച്ചതാണ് ഒറ്റ മൈൻഡിൽ വേണോന്ന്. അപ്പൊ അവര് പറഞ്ഞു അതാണ് വൈബ്, അവിടെ എല്ലാം സെറ്റാണ്, ഒന്നും നോക്കാനില്ലാന്ന്. അപ്പൊ പിന്നെ ഞാനും ചാടി കയറി. ഈ കാണിച്ചു പേരെന്താ? 5-6 ആൾക്കാർ കൂടി ചേർന്നാല് അതിൽ ഏതെങ്കിലും ഒരുത്തിന് എന്തായാലും എയറിലായിരിക്കും. അത് ഇവിടെ സ്ഥിരം നടക്കുന്ന കാര്യമാണ്. നിങ്ങളെ കൂട്ടത്തിൽ എപ്പോഴും എയറിലാവുന്ന ആ ചങ്കില്ലേ, അവന് ഈ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ. അങ്ങനെ രാത്രി ഏകദേശം 10 മണിക്ക് എടുത്ത ട്രെയിൻ രാവിലെ 6:30 മണിയായപ്പോഴാണ് നമ്മൾ ഗോവയിൽ എത്തുന്നത്. അവിടെ എത്തി എങ്ങോട്ട് പോകണമെന്ന് ആളുകളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളെ കൂട്ടത്തിൽ ഒറ്റ ഒരുത്തനും ശരിക്കും ഹിന്ദി അറിഞ്ഞൂടാന്ന്. അവസാനം അറിയണ തോടാ ഹിന്ദിയും വെച്ചൊരു ചായയും കുടിച്ച് നേരെ ഞങ്ങൾ ബസ് കയറി. 6:30 മണിക്ക് ലാൻഡായ ഞങ്ങൾ ഏകദേശം സ്റ്റേ റെഡിയാക്കുമ്പോഴേക്കും ഏകദേശം ഉച്ചക്ക് 1:30 മണി ആയിട്ടുണ്ട്. അപ്പൊ ഗോവയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്തിലോട്ടും പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരെ വെച്ച് വരാനായിട്ട് മാക്സിമം നോക്കുക. ഇത് മാത്രമല്ല, നിന്ന നിലപ്പിൽ ഇട്ടിരിക്കുന്ന ട്രൗസർ വരെ അടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ടീംസ് ആണ് ഇവിടെ ഉള്ളത്. നോക്കി കണ്ടൊക്കെ ഇറങ്ങുക. അടുത്ത നമ്മുടെ പരിപാടിയാണ് ബൈക്ക് റെന്റിന് എടുക്കാന്നുള്ളത്. അപ്പൊ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ മിസ് ചെയ്യാതിരിക്കാന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഇതേപോലെ ഒറ്റ മൈൻഡ് പോകുമ്പോൾ കൂടെ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളില്ലേ, അയാൾക്ക് റീൽ ഒന്ന് അയച്ചു കൊടുത്താളി.